ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നതിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ വീണ്ടും ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവ് കൂട്ടി വരുത്തി. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇതേ, നമ്മുടെ കുറവുകൾക്കും ഇതേ, ശത്രു മുമ്പാകെ മേശയൊരുക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ കരം ദിനം പ്രതി കാണുവാൻ നമുക്ക് സാധിക്കുന്നു. അവന് വിശ്വസ്തനായി പാർക്കുന്നു. നാം പലപ്പോഴും നല്ല മിക്കവാറും നമ്മൾ അവിശ്വസ്തരാണ്. നമ്മുടെ നേച്ചർ അതാണ്. പക്ഷേ അവൻ്റെ നേച്ചർ അവൻ തെറ്റിക്കുന്നവനല്ല. അവൻ തൻ്റെ സ്വഭാവം തെറ്റിക്കുന്നവനല്ല. അവൻ വിശ്വസ്തനായി പാർക്കുന്നത് കൊണ്ട് തന്നെ വിശ്വസിക്കുന്നവർ, തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി അവൻ്റെ കരം ബലമുള്ളത് തന്നെ കാണിക്കാൻ തക്ക വേണം. പറ്റി ചുറ്റി പറന്ന് കാക്കുന്ന പോലെ നമ്മളെ കാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവനുമായിട്ടുള്ള ബന്ധം, അതാണ് നമ്മൾ ദിവസങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായിട്ട്. സ്തോത്രം. ക്രിസ്തുവുമായിട്ട്, തലയുമായിട്ടുള്ള ശരീരത്തിൻ്റെ ബന്ധം എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നമ്മൾ കാര്യങ്ങൾ ചിന്തിച്ചു. കഴിഞ്ഞ ഏറ്റവും ദിവസങ്ങൾ കഴിഞ്ഞ ഫ്രൈഡേ, ആക്ച്വലി നമ്മൾ സാറ്റർഡേ മീറ്റിങ്സ് പബ്ലിക്കിന് വേണ്ടിയിട്ടല്ല ഉദ്ദേശിക്കുന്നത്. എന്നിരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പറയപ്പെടുന്ന വചനങ്ങൾ ദൈവഹിത പ്രകാരം ആരെങ്കിലും ഉപകാരമാകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗുണത്തിനായി തീരട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയായിരുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷത്തിൻ്റെ സൽപ്രവൃത്തികൾ, അല്ലെങ്കിൽ ദ വർക്ക്സ് ഓഫ് ഗോസ്പൽ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ദൈവസഭ വളരെ തെറ്റിപ്പോയിട്ടുണ്ട്. വേൾഡിലായി തീർന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ ഒരു സോഷ്യൽ വെൽഫെയർ സെൻറ്റർ പോലെ ആക്കി തീർന്നിട്ടുണ്ട്. ഡിവൈൻ ജസ്റ്റിസിനെ, ദൈവനീതിയെ മറച്ചുകൊണ്ട് ദൈവം ഒന്നും ചെയ്യുന്നവനല്ലെന്ന് എപ്പോഴും എല്ലാ വിശ്വാസികളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അവൻ്റെ എല്ലാ സദ്ഗുണങ്ങളിലും അവൻ പൂർണ്ണനായിരിക്കുന്നു എന്നിരിക്കെ തന്നെ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവനീതിക്കാണ്. ഗോഡ് ഈസ് ജസ്റ്റ്. അതിനു വേണ്ടിയാണ് അവൻ പ്രായശ്ചിത്തമായി തീർന്നത്, ദൈവത്തിൻ്റെ നീതി നിവർത്തിച്ച് കാണിക്കാൻ. റോമായനം 3:26 താൻ നീതിമാനും യേശു വിശ്വസിക്കുന്നവനെ സൗജന്യമായി നീതീകരിക്കുന്നു എന്ന് കാണിക്കേണ്ടതിന്. അതിൻ്റെ ആഴങ്ങൾ നാം ചിന്തിച്ചു നോക്കിയാൽ എത്ര വലിയ കാര്യമാണ് ആ പ്രായശ്ചിത്തത്തിൽ കൂടെ ചെയ്തെടുത്തതെന്ന് മനസ്സിലാക്കണം. ഡിവൈൻ ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള ഹാനിയും സംഭവിക്കാതെ, പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് ദൈവരാജ്യത്തിനകത്ത് ഇമ്പ്യൂണിറ്റി കടന്നു വരാതെ, പ്രായശ്ചിത്തം റിപ്പീറ്റ് ചെയ്യാതെ വണ്ണം, പാപക്ഷമ പ്രായശ്ചിത്തം കൂടാതെ നടത്തിയെടുക്കാൻ പറ്റില്ലെന്ന് സ്ഥാപിക്കത്തക്ക വണ്ണം, ദൈവവും തെറ്റിപ്പോയിരിക്കുന്ന മനുഷ്യനെ തന്നെ നിരപ്പിക്കാൻ ഒരു മധ്യസ്ഥൻ്റെ ആവശ്യകത വന്നിരിക്കുന്ന ആ ഡിവൈൻ ജസ്റ്റിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തത്തക്ക വണ്ണം ദൈവം തന്നെ മനുഷ്യനായിട്ട് അവതരിച്ച് അവൻ്റെ മേലുള്ള ശരീരത്തിൽ പ്രാണനും ആത്മാവിലുള്ള ശിക്ഷ സ്വമേധയാ തൻ്റെ ശരീരത്തിലും പ്രാണനും ആത്മാവിലും ഏറ്റെടുത്ത് അവന് പകരക്കാരനായിട്ട് മരിക്കുക. ഒരു റിലീജിയനെ അല്ല സംസാരിക്കുന്നത്, പ്രസംഗിക്കുന്നത്, പഠിപ്പിക്കുന്നത്. എല്ലാ മനുഷ്യരുടെയും ദൈവമായ ക്രിസ്തുവിൻ്റെ സ്നേഹം, സൃഷ്ടിതാവിൻ്റെ സ്നേഹം, അത് നമ്മുടെ ഹൃദയത്തിൽ, ആ സ്നേഹത്തിൽ വേണം നമ്മുടെ ഹൃദയത്തിന് രൂപാന്തരം ഉണ്ടാകുവാൻ. ഇതുവരെ നമ്മളൊരു പാട്ട് പാടിയല്ലോ, ലോക ഇമ്പങ്ങളിൽ ഞാൻ ഭ്രമിച്ചു പോയി. അവസാനം നമ്മൾ പാടിയത് താതൻ ഒരു നാളും കാണുകയില്ലെന്ന് ഹൃദയത്തിൽ ഉറച്ചുപോയി. പക്ഷെ അഗ്നിജ്വാലയ്ക്കത്തോണം കണ്ണുള്ളവൻ്റെ അടുത്താണ് നാം കടന്നു വന്നിരിക്കുന്നത്. മനസ്സിലാക്കണം, അവൻ്റെ മാറത്ത് പൊൻകച്ച കെട്ടിയവനാണ്, ജസ്റ്റിസ് ജഡ്ജ്മെൻറ്റ് നടത്തുന്നവനാണ്. അവൻ്റെ നിന്നൊന്നും മറയ്ക്കാൻ സാധ്യമല്ല. ഹല്ലേലൂയ. അങ്ങനെ ഒരു ഭയഭക്തിയോടുകൂടെ 7 നിലവിളക്കുകളെ നടുവിൽ ഉലാവുന്നവൻ, 7 നക്ഷത്രങ്ങൾ എന്ന ഏത് സഭകൾ, 7 കാലഘട്ടങ്ങളിൽ സഭയുടെ ദൂതന്മാരെ അല്ലെങ്കിൽ സഭയുടെ ശുശ്രൂഷകന്മാരെ തൻ്റെ വലം കയ്യിലെടുത്തുകൊണ്ട് അവൻ ഇന്നും ദൈവഹിതപ്രകാരം ശുശ്രൂഷിക്കുന്ന സഭകളിലുണ്ട്. ബലഹീനരെ താങ്ങുന്നവനായിട്ട്, അകൃത്യത്തിലിരിക്കുന്നവർക്ക് പാപബോധം വരുത്തുവാനായിട്ട്, മാനസാന്തരപ്പെടാത്ത ഹൃദയം കഠിനപ്പെടുത്തുന്നവരെ മേൽ ന്യായവിധി നടത്തുവാനായിട്ട്,
അത് തൻ്റെ ശരീരത്തിൽ പത്രോസ് എഴുതിയിരിക്കുന്ന പോലെ ദൈവത്തിൻ്റെ ന്യായവിധി സഭയ്ക്കകത്ത് ആരംഭിച്ചിരിക്കുന്നുവെങ്കിൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? കേൾക്കാത്തവരെന്നല്ല, സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? ക്രിസ്ത്യൻഡത്തിൽ എല്ലാവരും സുവിശേഷം കേട്ടവരാ. 2 ദിവസം മുമ്പ് ക്രിസ്മസ് ആഘോഷിച്ചവരൊക്കെ ഇതിൻ്റെ സുവിശേഷത്തിൻ്റെ പാട്ട് തന്നെ കേട്ടിട്ടാണ് യേശുവിൻ്റെ ജനനം അല്ലെങ്കിലും ആഘോഷിച്ചത് ദൈവവചനപ്രകാരം അല്ലെങ്കിലും ഇന്നലെ ചിന്തിച്ച പോലെ സോള സ്ക്രിപ്ചർ അല്ല, വ്യാജമായിട്ട് കൊണ്ടുവന്നാണെങ്കിൽ തന്നെയും യേശുവിൻ്റെ പേരിൽ നടന്നത്. പക്ഷെ അനുസരിക്കുന്നില്ല. സുവിശേഷം അനുസരിക്കാത്തവരുടെ ഗതി എന്താകും? അപ്പം ന്യായവിധി ദൈവഗ്രഹത്തിലുമുണ്ട്. അതാ മാറത്ത് പൊൻകച്ച കെട്ടിയവരെന്ന് പറയുന്നത്. ദുഷ്ടാത്മാവിൻ്റെ പ്രകോപനത്തിൽ നിന്ന് ജയിപ്പാൻ തക്കവണ്ണം ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാലുള്ളവനാണ് സഭയിൽ ഉലാവുന്നത്. അപ്പോൾ 7 നക്ഷത്രങ്ങളിൽ തന്നെ വലം കൈക്ക് പിടിച്ചതെന്ന് പറഞ്ഞാൽ ഇത്തരം സദ്ഗുണങ്ങളുള്ളവൻ, ന്യായം വിധിക്കാൻ കഴിവുള്ളവൻ, പാപം ക്ഷമിക്കാൻ കഴിവുള്ളവൻ, മറയ്ക്കാൻ കഴിവുള്ളവൻ, മാനവജാതിക്ക് വേണ്ടി പാപപരിഹാരമായി തീർന്നു ഉയർത്തെഴുന്നേറ്റവൻ സഭയ്ക്കകത്ത് ഉലാവുന്നവനാണ്. അതുകൊണ്ട് ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അറിയാം ഞാൻ ഏതവസ്ഥയിലാണ്. ഓ ലോർഡ്, നിൻ്റെ മുമ്പിൽ ഞാനായിരിക്കുന്നു. എനിക്ക് സ്വയം എന്ന് പറയുവാനുള്ളത് പാപ സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. അഗ്നിജ്വാലയ്ക്കത്തുന്ന കണ്ണുകൊണ്ട് നീ എന്നെ നോക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ഗുണങ്ങളുമില്ല. സർവ്വ നന്മകളും നീ മാത്രമാണ്. ഉയർത്തെഴുന്നേറ്റവനായി ക്രിസ്തു, നീ എന്നിൽ മതി. കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത് എഫേഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സ് 13 തുടങ്ങിയാണ്. നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വായിച്ചും ചില കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുയേശുവിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ സമീപസ്ഥരായിത്തീർന്നു. ആരോടാ? ദൈവത്തോട് സമീപസ്ഥരായിരുന്നു. ദൈവവുമായിട്ട് ശത്രുത്വമായിരുന്നു. ദൈവമായിട്ട് അകന്നു നിന്നവരായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ കോൺടെക്സ്റ്റ് ഒരു വിധത്തിൽ യഹൂദരും ജാതിയും എന്ന രീതിയിൽ വരുന്നുവെങ്കിലും ഓൾ ഹ്യൂമാനിറ്റി നോക്കുമ്പോൾ ഒരു പക്ഷത്ത് മാനവതലം മുഴുവനും ഒരു പക്ഷത്ത് ദൈവവും തമ്മിൽ നിരക്കുവാൻ പറ്റാതെ വണ്ണം ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പ്രതിസന്ധിയാണ് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുക. പാപം ചെന്ന് ദേഹി മരിക്കണം എന്ന ആ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തുക. എസ്കേൽ പ്രവചനം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല, മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിനെന്ന്. ഹല്ലേലൂയ. പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്ന ന്യായപ്രമാണം ഉള്ളപ്പോൾ തന്നെ അതിൻ്റെ ലിറ്ററൽ മീനിങ് പാപം ചെയ്യുന്ന ദേഹി മരിക്കണമെന്നിരിക്കുമ്പോൾ തന്നെ എന്നാൽ അതിനൊരു സ്പിരിച്വൽ മീനിങ് ഉണ്ട്. സെർട്ടൻ കണ്ടീഷൻസ് സാറ്റിസ്ഫാക്ഷൻ ആകുകയാണെങ്കിൽ, അതായത് ഡിവൈൻ ലോക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തക്കവണ്ണം ഉള്ള ഒരു അറ്റോൺമെൻറ്റ് നടക്കുകയാണെങ്കിൽ പാപം ചെയ്ത് ദേഹിക്ക് വീണ്ടും ജീവിക്കാനൊരു അവസരമുണ്ട്. അതാണ് എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായം മുഴുവൻ വിവരിക്കുന്നത്. മരിക്കുന്നവൻ്റെ മരണത്തിന് എനിക്ക് ഇഷ്ടമല്ല, ആകയാൽ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. അവിടെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷനെ കുറിച്ച് ഞാൻ പറയുന്നത്. ലോർഡ്, ഇതുവരെ എൻ്റെ ഇഷ്ടപ്രകാരം ലോക ഇമ്പങ്ങൾ ഞാൻ ഭ്രമിച്ചു പോയി, ലോകകാര്യങ്ങൾ ഞാൻ ആശ്രയിച്ചു പോയി, നീ കാണുന്നില്ല അറിയുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ച് എൻ്റെ ഹൃദയത്തിൽ ഞാൻ നിരൂപിച്ചു പോയി. ബട്ട് ദൈവസഭയ്ക്ക് അത് കടന്നു വരുന്ന നീ 7 നക്ഷത്രങ്ങളെ വലങ്കയ്ക്ക് പിടിച്ചവനാണ്, 7 നിലകൾക്ക് നടുവിൽ ഉലാവുന്നവനാണ്, നിലയങ്കി ധരിച്ചവൻ, അല്പം പോലും കുറവില്ലാത്തവൻ. അവനുമായിട്ടാണ് നമ്മൾ ഒന്നായിത്തീരുന്നത്. അവനെ കൂടാതെ നമുക്കത് സാധ്യമല്ല. അവൻ നമ്മുടെ സമാധാനം. ദൈവമായിട്ട് അകന്നു നിന്ന് നമുക്ക് ഒരേ ഒരു വഴിയുള്ള സമാധാനത്തിന്, ക്രൈസ്റ്റ് ഹിംസെൽഫ്. ക്രൂശിലെ യാഗത്താൽ ദൈവമായിട്ട് സമാധാനം ഉണ്ടാക്കി എന്നല്ല അതിൻ്റെ അർത്ഥം. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മളിൽ ഇല്ലയോ നമുക്ക് സമാധാനമില്ല, ദൈവമായിട്ട് സമാധാനമില്ല. അതാണ് എല്ലാ പ്രാർത്ഥനയ്ക്കും യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുന്നത്.
യേശുവിൻ്റെ നാമമില്ലാത്തടത്ത് ദൈവത്തിൻ്റെ ക്രോധമേ വസിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ വസിക്കാത്ത ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധമേ ഉള്ളൂ. ഒരിക്കൽ റിപ്പൻറ്റൻസിലേക്ക് വന്ന് പിന്നെയും തിരിഞ്ഞു പോയിരിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധമേ ഉള്ളൂ. നമുക്ക് മനസ്സിലാകത്തക്കവിടം ദൈവം അത് വെളിപ്പെടുത്തും. നമ്മുടെ സോളിൽ വെളിപ്പെടുത്തും, നമ്മുടെ ബോഡിക്കകത്ത് വെളിപ്പെടുത്തും. അവിടെ വേണ്ടത് മാനസാന്തരമാണ്. ലോർഡ്, മിസ്റ്റേക്ക് എൻ്റെയാണ്, തെറ്റെൻ്റെതാണ്. നിലയെങ്കിൽ ധരിച്ചവൻ്റെ മുമ്പിൽ അഗ്നിജ്വാലയ്ക്കത്തോണം കണ്ണുള്ളവൻ്റെ മുമ്പിൽ എനിക്കൊന്നും മറയ്ക്കാൻ സാധ്യമല്ല. നീയാണ് എൻ്റെ സർവ്വ നന്മ, നിന്നെ കൂടാതെ എനിക്കൊരു നന്മയില്ല. ചട്ടകളും കൽപ്പനകളുമായ ന്യായപ്രമാണെന്ന ശത്രുത്വം നീക്കി തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിന് നടിച്ചുള്ളത് ജൂസിനും ജെന്റൈൽസിനെയും കുറിച്ച് പറയാണ്. ഇരുകൂട്ടർക്കും ദൈവത്തോട് സമാധാനമുണ്ടാക്കി. ഇരുപക്ഷത്തെ തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ഓരോ പുതുമനുഷ്യനല്ല, ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, ഓരോ ഇൻഡിവിജ്വൽ പുതുമനുഷ്യനല്ല. ദൈവത്തിൻ്റെ ആലയം ഇൻഡിവിജ്വലായിട്ടാണ് പണിയപ്പെടുന്നതെങ്കിലും സ്പിരിച്വലായിട്ട് വൺ ബോഡിയാണ്. ഡിനോമിനേഷൻ ഇല്ല. എല്ലാം ഇൻഡിപെൻഡന്റ് ചർച്ചകളായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ. പക്ഷെ അതിൻ്റെ മേളിൽ കർത്തൃത്വം നടത്തുന്ന ഒരു ഹെഡ്ഷിപ്പ് ഇല്ല. ഒന്നേ ഹെഡ്ഷിപ്പുള്ളൂ, ക്രൈസ്റ്റ്. അതേപോലെ നമ്മളിലും പല അവയവങ്ങളാണെങ്കിലും ഹെഡ് ഒന്നേ ഉള്ളൂ, ക്രൈസ്റ്റ്. അതാണ് കൊളോസ്യ ലേഖനം. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. ലിറ്ററൽ മീനിങ്ങിൽ ജെന്റൈൽസ് ആൻഡ് ജ്യൂസ് വരുന്നെങ്കിലും ദൈവമായിട്ട് ഹ്യൂമാനിറ്റിയുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇരുപക്ഷം തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. ദാറ്റ് ഈസ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ഗോസ്പൽ. അതിപരിശുദ്ധനിൽ തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി. നമുക്ക് ഇന്ന് യോഗ്യതയാണുള്ളത്. അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ചീഞ്ഞളിഞ്ഞ കിടത്ത്. നമ്മൾ നേരത്തെ പാടിയല്ലോ, ആഴിയാഴത്ത് ഞാൻ കിടന്നു, കൂരിലെന്നെ പിടിച്ചു, താതൻ വലം കൈ നീട്ടി എന്നെ രക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ക്വാളിറ്റിയും ഉണ്ടായിട്ടല്ല. അതാണ് സോളോ ഗ്രേഷ്യസ്. രക്ഷകൃപയാലാണ്, കൃപയാൽ. ഒരു ഗുണം കൊണ്ടല്ല, അവന് നമ്മോട് കൃപ തോന്നി. എല്ലാവരോടും കൃപ തോന്നുന്നുണ്ട്, പക്ഷേ റെസ്പോൺസ് മനസ്സിലാക്കാൻ പലർക്കും പറ്റുന്നില്ല. മനസ്സിലാക്കി ഒരു ക്രിസ്തുവിൽ വസിക്കാൻ ശ്രമിക്കുക. ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ തന്നെ. അവനിലല്ലെങ്കിൽ ദൈവത്തോട് നിരപ്പില്ല. ദൈവത്തോട് റീകൺസിലിയേഷൻ ചെയ്ത് ഒരു പ്രവാചകനാൽ സാധ്യമല്ല, ഒരു റിലീജിയനാൽ സാധ്യമല്ല. ഓൺലി ക്രൈസ്റ്റ്. അതാ പറഞ്ഞു, ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. ഓൺലി ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പോരാ, ക്രിസ്തുവിനെ കുറിച്ചുള്ള ഭക്തി പോരാ. ടു ലിവ് ഇൻ ഹിം. അവൻ നമ്മിൽ വസിക്കുകയും നാം അവനിൽ വസിക്കുകയും ചെയ്യണം. ഇതിൻ്റെ അർത്ഥം മനസ്സിലായാൽ, ഇതിൻ്റെ അർത്ഥം ഒരിക്കൽ നമ്മുടെ സോൾ ടേസ്റ്റ് ചെയ്താൽ പിന്നെ അവനിൽ നിന്ന് മാറാൻ സാധ്യമല്ല. അതാ പത്രോസ് പറഞ്ഞു, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? നിത്യജീവന്റെ മൊഴികൻ നിന്നിലുണ്ട്. ഹല്ലേലൂയ. ഈ വചനങ്ങൾ ധ്യാനിക്കാൻ നിങ്ങൾ ഈ ഒരാഴ്ച എന്നെ തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി. കൂരിലിൽ കിടന്ന ഞാൻ, അഗാധത്തിൽ കിടന്ന എന്നെ. ഒരു ഗുണം പറയണ്ട, ഒരു ഗുണം ദൈവത്തിന് മുമ്പിൽ വില പോവുകയില്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷം തന്നെയും നമ്മുടെ നേച്ചർ എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കൂടാതെ വാഴുക എന്നുള്ളതാണ്. ഏതും തോട്ടം തുടങ്ങിയുള്ള മനുഷ്യൻ്റെ നേച്ചർ ഇതാണ്. സൃഷ്ടിതാവിനെ കൂടാതെ വാഴുക, ദൈവത്തെ കൂടാതെ വാഴുക. അതിനാണല്ലോ വൃക്ഷഫലം പറിച്ചു തന്നത്. ആ നേച്ചർ നമ്മളിന്ന് പോകുന്നില്ല. അതിന് നമ്മൾ ക്രിസ്തുവിൽ വസിക്കാൻ അതീവ ശ്രമം നടത്തിയേ പറ്റുള്ളൂ. ജീവന് വെച്ചു കൊടുക്കുന്ന ശ്രമം. അതകത്തോ പറഞ്ഞ, ഈ ലോകത്തെ തന്നെ ജീവനെ ഇച്ഛിക്കുന്നു എന്നെ കളയും. തൻ്റെ ജീവനെ പോലും വെച്ചു കൊടുത്താൽ കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് ജീവന് വെച്ചു കൊടുക്കാനല്ല, അത്ര ഒരുക്കം കിട്ടാൻ പോകുന്ന നിത്യ യുഗങ്ങളിൽ ക്രിസ്തുവിനോടും അവൻ്റെ വിശുദ്ധന്മാരോട് കൂടിയുള്ള വാസമാണ്. ഈ ഒരു പ്രത്യാശയോടുകൂടെ മുന്നേറട്ടെ.
ദൈവം നമ്മൾ സഹായിക്കട്ടെ. ഷോർട്ട് മെസ്സേജാണ്, പക്ഷെ ഇതിൻ്റെ ആഴം വളരെ വിലയേറിയതാണ്. ലോർഡ്, നിന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി, ഒരു യോഗ്യതയുമില്ലാത്ത തന്നെ. അബ്രാഹാമിന് ഗുണം കിട്ടിയിട്ടില്ല, അബ്രാഹാമിന് അനുഗ്രഹം കിട്ടിയിട്ടില്ല, ദൈവഹൃദയമുള്ളവരെന്ന് പറഞ്ഞ മോശയ്ക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല, ഏലിയാവിനെ കിട്ടിയിട്ടില്ല, ദാവീദിന് കിട്ടിയിട്ടില്ല. അവരാരും ദൈവ കുടുംബത്തിൽ ജനിച്ചവരല്ല, പക്ഷെ നമ്മെ തന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി. ദൈവത്തോട് നിരപ്പിക്കുന്ന കാര്യത്തിൽ അവരുണ്ട്, ഹല്ലേലൂയ. പക്ഷെ ദൈവ കുടുംബത്തിൽ ജനിക്കുന്ന അനുഭവം നമുക്ക് പുതിയ നിയമ വിശ്വാസികൾക്കേ ഉള്ളൂ. ഹല്ലേലൂയ. അത്രയും ഉന്നതമായതാണ് നമ്മുടെ പദവി. അതുകൊണ്ട് തന്നെ അബ്രാഹാമിനേക്കാൾ ഉന്നതമായ വിശ്വാസം നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. യോസേഫിനേക്കാൾ ഉന്നതമായ വിശുദ്ധി നമ്മളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. മോശയേക്കാൾ ഉന്നതമായ ത്യാഗം, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും ക്രിസ്തുവിൻ്റെ നിന്ന അനുഭവിക്കുന്നത് നല്ലതെന്ന് കണ്ട ആ ത്യാഗം നമ്മളിന്ന് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എത്രത്തോളം വെളിച്ചം കൂടുതൽ കിട്ടുന്നോ അത്രത്തോളം നമ്മളിന്ന് റിട്ടേൺ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു പുതിയ നിയമവിശ്വാസിയുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഇതിനിടയ്ക്ക് വ്യാജന്മാർ വേണ്ടത്രയുണ്ട്. അതെല്ലാം നമ്മുടെ ടെസ്റ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന മാത്രം കരുതി വെച്ചാൽ മതി. അവരെങ്ങനെയല്ലോ അവർ സ്വർഗത്തിൽ പോകില്ല, നരകത്തിൽ പോകും, ഇതൊന്നും ചിന്തിക്കേണ്ട വിഷയമല്ല. അതൊക്കെ നമ്മുടെ ടെസ്റ്റിന് വെച്ചിരിക്കും. നിന്റെ ഹൃദയം അങ്ങോട്ട് ചായുന്നുണ്ടോ? ചായുന്നുണ്ടെങ്കിൽ നിന്റെ രക്ഷ നഷ്ടപ്പെടുന്നതാ. കഷ്ടതയുടെ തീച്ചൂളയിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. വിളിക്കപ്പെടുന്നവർ അനേകമാണ്. കഷ്ടതയുടെ തീച്ചൂളയിൽ നീ ക്രിസ്തുവിനിൽ ആശ്രയിക്കുന്നുവോ, ലോകത്തിലെ മറ്റു കാര്യങ്ങൾ ആശ്രയിക്കുന്നുവോ, അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നിന്റെ തിരഞ്ഞെടുപ്പ്. ഷോർട്ട് മെസ്സേജ് പറയുന്നുണ്ടെങ്കിലും വളരെ സീരിയസ് ആയുള്ള വാക്കുകളാണ്. ഹൃദയത്തെ ധ്യാനിക്കേണ്ട വിഷയങ്ങളാണ്. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ ഈ ആഴ്ചയിൽ പഠിക്കുമ്പോൾ ഹൃദയത്തെ ധ്യാനിക്കാൻ, ലോർഡ് എനിക്കെന്ത് യോഗ്യതയുള്ളൂ, നിന്നിൽ ഒരേ പുതു മനുഷ്യനാക്കി ദൈവത്തോട് അതിപരിശുദ്ധനോട് നിരപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ. പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, നിന്റെ സ്നേഹത്തിനായി കരുതലിനായി സ്തോത്രം. എത്രമാത്രം വിലയേറിയവർ ഞങ്ങൾ കർത്താവ്. പലപ്പോഴും അതറിയാതെ ഞങ്ങൾ ഉദാസീനരായിക്കൊണ്ട് നിന്നെ അകന്നു പോകുന്നുണ്ട്. എങ്കിലും നിന്റെ വിശ്വസ്ത ഞങ്ങൾ പരിപാലിക്കുന്നല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ തലമുറകളെയും കർത്താവ് നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശാഠ്യങ്ങളും മത്സരങ്ങളും അവിവേക സംസാരങ്ങളും കർത്താവ് കണക്കിടാതെ ക്രൂശിൽ അവർക്ക് വേണ്ടി നീ നിവർത്തിച്ച നീതിപ്രകാരം കർത്താവ് രക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിന് കുറവില്ല. ദുഷ്പ്രവൃത്തികൾ നിമിത്തം മുഷിഞ്ഞു പോകാതെ കർത്താവ് നിന്നിൽ പരിപൂർണമായി തരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇസ്രായേലിൽ നിന്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ ജനത്തെ വിഴുങ്ങിക്കളയുവാൻ, മുടിച്ചു കളയുവാൻ തക്കോണം ഗൂഢാലോചന ചെയ്യുന്നവരെ നിന്റെ കരത്തിൻ്റെ വല്ലഭത്തെ ദിവസങ്ങളിൽ കാണുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ക്രൂശിന് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ.